പിന്നെ അഭിലാഷേന്റെ ഒരു പേരുണ്ട് പ്രൊപ്പഗണ്ട റൈറ്റർ. ആക്ച്വലി ഹിന്ദുത്വ അജണ്ടയാണ് നമ്മുടെ മാളികപ്പുറത്തിൽ അടിച്ചേൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പടം മലയാളത്തിൽ നൈറ്റ് ഡ്രൈവ് എന്നൊരു സിനിമയാണ്. നൈറ്റ് ഡ്രൈവിലെ കഥാപാത്രം നോക്കിയാലോ അതിനകത്ത് ഒന്ന് ജോജി, റിയ, ഇതെല്ലാം ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സാണ്. അപ്പം അന്നേരം എന്നെ ക്രിസ്ത്യാനികളുടെ പ്രൊപ്പഗണ്ട തന്നെ പറയണം. അതിൽ പിന്നെ ഞാനൊരു രണ്ടാം സിനിമ പിന്നെ 10-ാം വളവ്, അതിലൊരു ഹിന്ദു പെൺകുട്ടീനെ സോളമൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ അവരുടെ കഥയാണ് സിനിമ. അപ്പം ഞാനിങ്ങനെയാണ് ഹിന്ദു ഇതാന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് വിവാദം വന്നത് അങ്ങനെ. മാളികപ്പുറം സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇവിടെ ഒരു വിഭാഗം ആളുകൾ അതിനെ ഭയങ്കരമായിട്ട് പേടിച്ചിരുന്നു. ഇതെന്താണ് ഇതിൽ പറയാൻ പോകുന്നത്, ഇതിൽ രണ്ട് പേടിയാണ്. ഒന്ന് ഈ പറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ പറയുന്ന ആളുകൾക്ക് പേടി, ഇത് സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട കഥയാണോ, അല്ലാതെ ഇതിനെ എഗനിസ്റ്റ് ആണോ, ഇതിനെ സപ്പോർട്ട്, ഇതായിരുന്നു വലിയ ചോദ്യം. ഈ പറഞ്ഞ നിങ്ങൾ മീഡിയാസ് പോലും അതിൻ്റെ റിലീസിനെ തലേന്നത്തെ പ്രസ് മീറ്റിൽ എൻ്റെ അടുത്ത് ഉണ്ണി ഞാനും ഇരിക്കുമ്പോൾ ചോദിച്ചു. ഉണ്ണി അന്ന് കുറച്ച് വയലൻ്റ് ആവുകയും ചെയ്തു. ഇതൊരു ദിസ് പ്രൊപ്പഗണ്ട എന്ന് ഏതോ ഒരു മീഡിയക്കാർ ചോദിച്ചു. അപ്പോൾ ഉണ്ണി ചോദിച്ചു വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രൊപ്പഗണ്ട. അപ്പം ഞാൻ ഉണ്ണി മിണ്ടണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ണി നല്ലത് അറിയണം, എന്താ നിങ്ങൾ വാട്ട് യു മീൻ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞപ്പോൾ അല്ല നിങ്ങളിതൊരു ഗൂഢാലോചനയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്ന് പറഞ്ഞ മറുപടി ഇതാണ്: നാളെ രാവിലെ 10 മണിക്ക് പടം റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിലേക്ക് പോകാം, പടം തിയേറ്ററിൽ നിന്ന് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പുറത്ത് ഞങ്ങൾ കാണും. ഇതേ ചോദ്യം അന്നേരം ചോദിച്ചു. ഉത്തരം നൽകുമ്പോൾ ഒരു മീഡിയ പോലും പിന്നെ ആ ചോദ്യം ചോദിച്ചില്ല.